നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ത, ഓപ്പറേഷൻ സിന്ദൂറിനെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉൾപ്പെടെ അത് BJP-ക്കെതിരെയുള്ള ഒരു ആയുധമാക്കി കുറച്ച് അത് അന്ന് മുതൽ ഇന്ന് വരെ അതായത് ലോകത്തിന്റെ മുന്നിൽ തന്നെ ഇത് ഒരു BJP-യുടെ ഡ്രാമയാണ് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു രാജ്യ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ ഇത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. പ്രണീതി ഷിൻഡെ എന്ന് പറയുന്ന ഒരു MP പാർലമെന്റിൽ വെച്ച് വളരെ മോശമായ രീതിയിലാണ്, അതായത് അത് ഒരു ഇന്ത്യ വിരുദ്ധത എന്ന് തന്നെ പറയാം, ഈ പ്രതിപക്ഷം ഈ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പ്രതികരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇത് മാത്രമല്ല, ഇത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി തന്നെ ഇതിനെതിരെ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദേശീയ വിരുദ്ധതയല്ലേ. അത് BJP ആക്രമിക്കുക എന്നതിലുപരി അവർ ഇന്ത്യ വിരുദ്ധതയാണ് ഈ പ്രചരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് പകൽഗാം ആക്രമണം നടന്നു. നമ്മളൊക്കെ ഞെട്ടിപ്പോയി. കാരണം കേരളത്തിൽ ഇവിടെ കൊച്ചിയിലുള്ള എടപ്പള്ളിയിലുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം വരെ മതത്തിന്റെ പേരിൽ ഈ ലിംഗം നോക്കി പിന്നെ എന്താണ് അല്ലാഹു അക്ബർ വിളിക്കേണ്ട കലിമ ചൊല്ലേണ്ട അവസ്ഥയിലേക്ക് പോയി. അല്ലാത്തവരെല്ലാം കൊന്നുകളയുന്ന ഒരു നീചമായ പ്രവൃത്തി നടന്നു. കലിമ ചൊല്ലാതിരുന്ന ആളുകളെല്ലാം കൊല്ലുക എന്ന് പറയുന്നത് നമുക്കറിയാം എത്രത്തോളം ഉണ്ട്. ഇന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാൾ വന്ന് പ്രൊട്ടസ്റ്റുമായിട്ട് ഇറങ്ങിയൊന്നും ഞാൻ കണ്ടില്ല. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ സംഭവിച്ച സമയത്തും അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ട്വീറ്റുകൾ, കോൺഗ്രസിന്റെ പല ട്വീറ്റുകളും അതുപോലെ തന്നെ പല പ്രതിപക്ഷ കക്ഷികളുടെ ട്വീറ്റുകളും ഒക്കെ ഇത് BJP നടത്തുന്ന നാടകമാണ്, BJP-യിലെ ചില ആരൊക്കെയോ ചേർന്നുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ്, ഇവർ ആരാണ് എന്ന് ഇതുവരെ കണ്ടുപിടിക്കാത്തത് എന്താണ്. അവിടുത്തെ 2 ദിവസം കഴിയുമ്പോഴേ കൃത്യമായ രീതിയിൽ ഇന്ന ആൾ, അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ന ആളുകൾ ചേർന്ന് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം വന്നു. ഒരു ഭീകരവാദ സംഘടന അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആ ഭീകരവാദ സംഘടന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവിടുത്തെ 2 ദിവസം കഴിയുമ്പോൾ അവർ പിന്മാറി. ഭയം കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, അവർ പിന്മാറി. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല എന്നായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി ആലോചിച്ച് പ്ലാൻ തയ്യാറാക്കി അവിടുത്തെ സിവിലിയൻസിനെ ഒന്നും ചെയ്യാതെ ആക്രമികളെ, ഭീകരവാദികളെ മാത്രം അവരുടെ കൂടാരങ്ങൾ, അവർ താമസിക്കുന്ന സ്ഥലം ലക്ഷ്യമിട്ട് അതെ അത് മാത്രം ലക്ഷ്യമിട്ട് നമ്മൾ പൊട്ടിച്ചു. അതോടുകൂടി ഈ പാകിസ്ഥാൻ തന്നെ തകരുന്ന അവസ്ഥയിലായപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് കാല് പിടിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചുള്ളത്. അതിനെ പോലും അപലപിച്ചവരാണ് ഇവിടെ ഉള്ളവർ. തീർച്ചയായിട്ടും യുദ്ധം നടത്തരുത്. അന്ന് സഖാവ് സ്വരാജിനൊക്കെ സ്നേഹം പൂത്തുലഞ്ഞു. ഏതില് ആളുകളുള്ള സ്നേഹം പൂത്തുലയാണ് ചെയ്തത്. ഇവിടെ അന്ന് മുതലേ പറയുന്നുണ്ട് ഇതാരാണ് ചെയ്തത് എന്നൊക്കെ. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷവും ഈ 3 അന്ന് ഈ ആക്രമണം നടത്തിയ പ്രതികളുണ്ട്. ആ തീവ്രവാദികൾ എവിടെ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഈ 3 തീവ്രവാദികളെയും സൈന്യം ലൊക്കേറ്റ് ചെയ്ത് അവരുടെ ശവശരീരം കണ്ടാൽ അറിയാം, ചറപ്പറ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അങ്ങേയറ്റം നമ്മുടെ രാജ്യത്തോട് അവർ ചെയ്ത നീതികേടിന് സൈന്യം മറുപടി കൊടുത്തിട്ടുണ്ട്. അതാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം നമുക്ക് തരുന്ന സുരക്ഷ. ആ കാര്യത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഈ പറയുന്ന പ്രണീതി ഷിൻഡെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ MP അവിടെ ഇരുന്നുകൊണ്ട് ഒരു യുവ MP ആണ്, ഒരു വനിതയാണ്. അവർ ചോദിക്കുകയാണ്, ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു തമാശയാണ്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി BJP എടുത്ത ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു വലിയ സബ്മിഷന്റെ ഭാഗമായിട്ട് പക്ഷെ അതിനുള്ള മറുപടി പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, ഈ ഒരു ഇത് പറയുമ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ലോക്സഭയിലാണ് ഇത് പറയുന്നത്, നമ്മൾ ആലോചിക്കണം. മഹാരാഷ്ട്രയിലെ MP ആണ് ഇവര്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ MP ആണ് എന്ന് പറയുന്ന സമയത്തും ഇവരെന്താണ് പറയുന്നത് ഇവർക്ക് ധാരണയില്ല എന്നാണ്. കാരണം പ്രധാനമന്ത്രി അതിന് എഴുന്നേറ്റ്, എനിക്ക് ആ സമയത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ബഹുമാനം തോന്നിയത് പ്രണീതി ഷിൻഡെ എന്ന് പറയുന്ന ആ യുവ കോൺഗ്രസ് MP-യെ പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് അവരോട് ക്ഷമിക്കൂ, അവരൊരു യുവ കോൺഗ്രസ് MP ആണ്, പുതിയ ആളാണ്, അവർക്കൊന്നും അറിയില്ല. പക്ഷേ കോൺഗ്രസിന്റെ യജമാനന്മാരുണ്ടല്ലോ, എഴുതി കൊടുത്ത സാധനമാണ്, എഴുതി കൊടുത്ത വിവരമാണ് അവർ വായിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ തമാശയാണ് എന്ന്. ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്ക് തമാശയാണോ? ഞങ്ങൾക്ക് തമാശയാണോ? 26 പേരുടെ ജീവൻ കലിമ ചൊല്ലാതെ ആളുകളുടെ ഈ പറയുന്ന മതം നോക്കി, ലിംഗം നോക്കി തന്നെ പറയാം, അങ്ങനെ നോക്കി വെടിവെച്ച് കൊന്ന 26 പേരുടെ ജീവൻ ഞങ്ങൾക്ക് വലുതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തമാശയല്ല, നമ്മൾ ശക്തമായ തിരിച്ചടിയാണ് കൊടുത്തത്. അവിടെ നിന്ന് ഈ പറഞ്ഞ ഓരോ കാരണങ്ങൾക്കും പ്രധാനമന്ത്രി എണ്ണി മറുപടി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിനെ എടുത്ത് തേച്ചൊട്ടിച്ചു കളഞ്ഞു പ്രധാനമന്ത്രി. ഇത്തരത്തിൽ അത് വലിയൊരു ഹൈപ്പായി മാറി. കാരണം
അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ യജമാനന്മാർക്ക് ഇത് പറയാനുള്ള ധൈര്യമില്ല, അതുകൊണ്ട് അവർ ഒരു പാവപ്പെട്ട പുതിയ MP-യെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണ്. അവരെ ബലിയാടാക്കുകയായിരുന്നു കോൺഗ്രസ്. അവർക്ക് അറിയില്ല അവരെന്താ ചെയ്യുന്നത്, അതുകൊണ്ട് അവരെ ബലിയാടാക്കുകയാണ് എന്ന് നരേന്ദ്രമോദി പറയുകയും ഒപ്പം പാവപ്പെട്ട കുട്ടികൾ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഒരു കരുതൽ അദ്ദേഹം കൊടുത്തു. അവരെ ആക്രമിക്കേണ്ടത് ആരെയാണ്? ഈ പറഞ്ഞ കോൺഗ്രസിന്റെ മുതിർന്ന യജമാനന്മാരെയാണ്. ഇവർക്ക് ഈ വിവരമില്ലേ എന്നാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. ഇതിനും മാത്രം നാണക്കേടാണ് കോൺഗ്രസ്. ഒരു MP-യെ കൊണ്ട് ലോക്സഭയിൽ നിങ്ങൾ വിമർശിക്കാം, നമ്മൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിലെ വീഴ്ചകൾ ചോദിക്കാം. നിങ്ങൾക്ക് എത്ര ജെറ്റ് വിമാനം നഷ്ടപ്പെട്ടു, എത്ര യുദ്ധവിമാനം നഷ്ടപ്പെട്ടു, അത് നമ്മൾ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്താൻ എത്ര കാലതാമസം നേരിട്ടത്, എന്താണ് താമസം നേരിട്ടില്ല, അതിന് വേറെ മറുപടികളുണ്ട്. കാരണം കൃത്യമായി ടാർഗറ്റ് ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്ത ശേഷമേ നമ്മൾ ആക്രമിക്കുകയുള്ളൂ. അതാണ് കാര്യം. അതൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ആക്രമണവും തമാശയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ കോൺഗ്രസ് എങ്ങനെയാണ് അധപതിച്ചു പോയത്? അത് ഈ പറയുന്ന യുവതിയെ കൊണ്ട് എങ്ങനെയാണ് ഇത് പറയിപ്പിക്കുന്നത്, ഈ MP-യെ കൊണ്ട് എങ്ങനെയാണ് ഇത് പറയിപ്പിക്കുന്നത്? അത് ഇന്ത്യയുടെ എനിക്ക് പ്രധാനമന്ത്രി മറുപടി പോലും പറയേണ്ട കാര്യമില്ല. പക്ഷെ പ്രധാനമന്ത്രി അവിടെ എഴുന്നേറ്റ് നിന്ന് കൃത്യമായി മറുപടി പറയുകയും ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം നിങ്ങൾ മനഃപൂർവ്വം ഈ പെൺകുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ച അവരെ ബലിയാടാക്കിയതാണ് എന്ന് കൃത്യമായിട്ട് പറയുന്ന അവസ്ഥയിലേക്ക് പോയി. കാരണം ഇത് പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഭയമാണ്, പറയില്ല. ഇത് പറയാൻ മല്ലികാർജുൻ ഖർഗെക്ക് കഴിയില്ല. എന്തുകൊണ്ടാ സോണിയാഗാന്ധി പറയാത്തെ? എന്തുകൊണ്ടാ പ്രിയങ്ക ഗാന്ധി പറയാത്തെ? ഈ സോണിയാഗാന്ധി പുറത്തെങ്കിലും പറയണ്ടേ? പുറത്തുപോലും പറഞ്ഞിട്ടില്ലല്ലോ. സഭയ്ക്ക് പുറത്തു പറഞ്ഞു ഇല്ലല്ലോ. ഈ പറയുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ് അതെന്തുകൊണ്ട് പല അവസരങ്ങളിലും ഇവർ പലതും പറഞ്ഞത് ചീറ്റിപ്പോയില്ലേ, അതുകൊണ്ട് അവർക്കത് പറയാൻ കഴിയില്ല. അതാണ് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് ഒരു യുവ MP-യെ കൊണ്ട് ഇത്തരം ഒരു ഇന്ത്യ വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുക എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. നരേന്ദ്രമോദിയോട് നിങ്ങൾക്ക് വിദ്വേഷമാവാന്ന് ഞാൻ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ വിദ്വേഷമായതുകൊണ്ടാട്ടോ, ദേഷ്യമാകാം, വാശിയാകാം, വിമർശനമാകാം, രാഷ്ട്രീയമായി അതെ, അത് എന്ത് വേണമെങ്കിൽ എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോട് എതിർപ്പുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ, എനിക്കതും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തോട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നീചമായ കാര്യമാണ്. അവിടെയുള്ള ആളുകൾക്ക്, അവിടെ ആക്രമിക്കപ്പെട്ട, അവിടെ ജീവൻ പൊലിഞ്ഞ ആളുകളോട് നമ്മൾ അവർക്ക് കൊടുക്കുക എന്താണ് ഏറ്റവും വലിയ ഒരു പരിഹാരം, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്ത പരിഹാരമാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അവിടെ പാകിസ്ഥാനിലെ ഓരോ ഭീകരനെയും നമ്മൾ ആ സമയത്ത് തീർത്തു കളഞ്ഞത്, അതുപോലെ തന്നെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്, ഇതുവരെ അത് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുനഃക്രമീകരിക്കാൻ വേണ്ടി ഇന്ത്യ തയ്യാറായിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ തയ്യാറാവാതിരുന്നത്? അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവിക്കുന്നതും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടാകുന്നതും അത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുമാണ് ഇന്ത്യ അത്തരത്തിലൊരു കാര്യം ചെയ്യാതിരുന്നത്. അതുകൊണ്ട് ആ തിരിച്ചടി അവർക്ക് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് സഹതാപം എന്ന് പറയുന്നതിലപ്പുറത്തേക്ക് വേറൊന്നുമില്ല. എന്തായാലും പ്രണീത് ഷിൻഡെ എന്ന് പറയുന്ന യുവ കോൺഗ്രസ് MP-യെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിച്ചതിന് കോൺഗ്രസിന്റെ അടുത്ത നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ, അടുത്ത തവണ കോൺഗ്രസ് വരുമെന്ന് കോൺഗ്രസ്സുകാർക്കെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവും, മറ്റുള്ളവർക്ക് ആ പ്രതീക്ഷയില്ല. എങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നുള്ളിക്കളയുന്ന രീതിയിലേക്ക്, ടച്ച് നടക്കുന്ന രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ ഇന്ത്യ വിരുദ്ധത പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും.